ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു വിഷ്ണു ക്ഷേത്രമാണ് ശ്രീ ചക്രപാണി ക്ഷേത്രം. പുരാണങ്ങൾ അനുസരിച്ച് പരശുരാമനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ചരിത്ര പ്രാധാന്യമുള്ള കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ക്ഷേത്രത്തിൻ്റെ കൃത്യമായ പഴക്കം അറിയില്ലെങ്കിലും ഇവിടുത്തെ തമിഴ് ലിംഗത്തിൽ പറയുന്നത് മലയാള വർഷം 410 CE 1235 ക്ഷേത്രം പുനർനിർമ്മിച്ചു എന്നാണ്. പരശുരാമൻ തന്നെ ശത്രു സംഹാരമൂർത്തി ആയി പ്രതിഷ്ഠിച്ചുവെന്നും വിശ്വസിക്കപ്പെടുന്നു. ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ടിപ്പു സുൽത്താൻ്റെ സൈന്യം വടക്കേ മലബാറിലെ നിരവധി ഹിന്ദു ക്ഷേത്രത്തിൽ നശിപ്പിക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സൈന്യത്തിന് ഇവിടുത്തെ ക്ഷേത്രത്തിൽ എത്താൻ കഴിഞ്ഞില്ല എന്ന് പറയപ്പെടുന്നു. ക്ഷേത്രം ആക്രമിക്കാൻ വന്ന ടിപ്പുവിൻ്റെ സൈന്യത്തെ ആനക്കൂട്ടം ഓടിച്ചുവെന്നാണ് ഐതിഹ്യം. പിന്നെ ഈ ക്ഷേത്രം വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്നു. ചക്രപാണി എന്നത് കയ്യിൽ ചക്രം പിടിച്ചിരിക്കുന്നവൻ എന്നർത്ഥം. വിഷ്ണുവിൻ്റെ മറ്റൊരു പേരാണ് ചക്രപാണി. 4 കൈകളുള്ള വിഷ്ണു വിഗ്രഹം പരശുരാമൻ ഇവിടെ പ്രതിഷ്ഠയായി വിശ്വസിക്കപ്പെടുന്നു. ഗണപതി, വനശാസ്താവ്, ദുർഗ എന്നിവരാണ് ഇവിടുത്തെ ഉപദേവതകൾ. പിന്നെ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായി പുണ്യസ്നാനം നടക്കുന്ന താമരക്കുളത്തിന് 1 ഏക്കറും റോഡിൻ്റെ കിഴക്കുവശത്തുള്ള വലിയ കുളം 90 സെൻറ്റും വിസ്തൃതിയുണ്ട്. ഐതിഹ്യങ്ങളനുസരിച്ച് അഗസ്ത്യമുനിയുടെ ശാപം ഏറ്റുവാങ്ങിയ ഇന്ദ്രദത്യമന്നൻ എന്ന പാണ്ഡ്യ രാജാവ് ഗജേന്ദ്രൻ എന്ന ആനയുമായി ദേവന്മാരുടെ ശാപം ഏറ്റുവാങ്ങായി ഹ്യൂഹു എന്നറിയപ്പെടുന്ന ഗന്ധർവൻ മുതലയായും മാറി. കുളിക്കാനായി താമരക്കുളത്തിലേക്ക് ഇറങ്ങിയ ഗജേന്ദ്രൻ്റെ കാലിൽ മുതല കടിച്ചു. കരയിലെത്താൻ കഴിയാതെ വന്ന ആന കുളത്തിൽ നിന്ന് ഒരു താമരപ്പൂവെടുത്ത് വിഷ്ണുവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഗരുഡനിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ എത്തി തൻ്റെ സുദർശന ചക്രം ഉപയോഗിച്ച് മുതലയുടെ തലവെട്ടി ആനയെ രക്ഷിച്ചു. വിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ ഇരുവർക്കും ഉടൻ തന്നെ മോക്ഷം ലഭിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഇതാണ്. പിന്നെ പ്രതിസന്ധികളിൽ മുതലയെപ്പോലെ കാലിൽ കടിക്കുമ്പോൾ ഭഗവാൻ വിഷ്ണു രക്ഷകനായി വരുമെന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്ന ആളുകൾ വിശ്വസിക്കപ്പെടുന്നു. പിന്നെ മോക്ഷം ലഭിക്കുവാനായി ഗുരുവായൂരപ്പൻ്റെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വമംഗലം സ്വാമി ഇവിടെ ഭജന നടത്തിയതായും ഒരു ഐതിഹ്യമുണ്ട്. ഗജേന്ദ്രൻ മോക്ഷം നടത്തിയ സ്ഥലമാണ് ഇത് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രക്കുളവുമായി ബന്ധപ്പെട്ട ചില വിശ്വാസങ്ങൾ നിലവിലുണ്ട്. ഈ കുളത്തിൽ കുളിച്ചാൽ ത്വക്ക് രോഗങ്ങൾ മാറുമെന്നും ഭക്തർക്കിടയിൽ ഒരു വിശ്വാസമുണ്ട്. പ്രാർത്ഥനയ്ക്കായി നിരവധി ആളുകൾ കുളത്തിൽ മുങ്ങാൻ വരുന്നുണ്ട്. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ വാർഷിക ഉത്സവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീ ചക്രപാണി ക്ഷേത്രത്തിലെ 7 ദിവസത്തെ വാർഷിക ഉത്സവം മലയാള മാസമായ മകരത്തിൽ മാർച്ച് പകുതി മുതൽ ഏപ്രിൽ പകുതി വരെ ആഘോഷിക്കവരുന്നു. മകരമാസത്തിലെ ചതയം നക്ഷത്രം വരുന്ന ദിവസം ആരംഭിച്ച് മകരത്തിലെ രോഹിണി നക്ഷത്ര ദിനത്തിൽ അവസാനിപ്പിക്കും. പിന്നെ ഈ ക്ഷേത്രത്തിലെ നിലവിലുള്ള അവസ്ഥകൾ: കാൽപ്പഴക്കം കാരണം ക്ഷേത്രത്തിൽ വളരെയധികം കേടുപാടുകൾ സംഭവിച്ചു. ഇതിനെ തുടർന്ന് ജീർണിച്ച ക്ഷേത്രം പുനർനിർമ്മിക്കുന്നതിനായി ഭക്തരിൽ നിന്ന് പണം സ്വരൂപിച്ചു. 2012 10 ലക്ഷം രൂപ ചെലവഴിച്ച് ക്ഷേത്രം ശ്രീകോവിൽ നവീകരിച്ചു. കൊടും വേനലിൽ വറ്റാത്ത നൂറ്റാണ്ടുകൾ പഴക്കമേറിയ ക്ഷേത്രക്കുളം സംരക്ഷണമില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ
കൽപ്പടവുകൾ തകർന്നു നശിച്ചിരിക്കുന്നു. 4 വശങ്ങളിലുമുള്ള മണ്ണിടിച്ചിൽ കാരണം കുളങ്ങളുടെ വിസ്തൃതവീതി വളരെ കുറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിൽ തങ്കയം ഇളമ്പച്ചി പാതയിൽ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ വടക്കും തൃക്കരിപ്പൂർ പട്ടണത്തിൽ നിന്ന് 3 കിലോമീറ്റർ തെക്കും മാറിയാണ് ശ്രീ ചക്രപാണി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനും ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റേഷൻ തൃക്കരിപ്പൂർ ബസ് സ്റ്റേഷനുമാണ്. പിന്നെ ക്ഷേത്രം രാവിലെ പുലർച്ചെ 4 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും വൈകുന്നേരം 5 മുതൽ 8 വരെയും പ്രവർത്തിക്കുന്നു. പിന്നെ പ്രതിദിന പൂജാ സമയങ്ങൾ: ഉഷക്കാല പൂജ പുലർച്ചെ 4 മണിക്ക്, നിർമ്മാല്യ ദർശനം രാവിലെ 4:30, അഭിഷേകം 5 മണിക്ക്, ആദ്യ പൂജ രാവിലെ 6 മണിക്ക്, ആദ്യ ശ്രീബലി രാവിലെ 8 മണിക്ക്. പിന്നെ എല്ലാവരും ഈ ക്ഷേത്രത്തിലോട്ട് വരണം. എല്ലാവരും കാണേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ്. ഇവിടെ നല്ല മനോഹരമായ അന്തരീക്ഷവും ചുറ്റും ചെടികളും മരങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സമാധാനപരമായൊരു ക്ഷേത്രമാണിത്. എല്ലാവരും ഈ ക്ഷേത്രത്തിലോട്ട് വരാം. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.